ഈ തെണ്ടികൾ ഇങ്ങനെ തന്നെയാ പറയാ, തെണ്ടി തന്നെ വിളിക്കണം. എന്നിട്ട് ഇവന്റെ കുടുംബക്കാർ പറയും, നീ അങ്ങനെ ചെയ്തു, കാരണം ഈ പെണ്ണ് 5ഉം 6ഉം പെറ്റ് കൊല്ലം പെറ്റ് ഇങ്ങനെ കുട്ടികളെ എടുക്കുന്ന ഈ പെണ്ണിന് ആ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുകയെ വൈകുന്നേരം വരെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യേ അവളെ ആരോഗ്യസ്ഥിതിയോ ഒന്നും നോക്കാതെ രാത്രി ഇവന്റെ കൂടെ കാമം തീർക്കാൻ പോവാൻ പറ്റുന്നില്ല. അതാണ്. ശ്രീമതി നുസ്രത്ത് ജഹാൻ, മലപ്പുറത്തെ പറ്റി ഒരക്ഷരം ഇപ്പൊ പറയാൻ പറ്റില്ല. വലിയ പ്രബുദ്ധത അവകാശപ്പെടുന്ന മലപ്പുറത്താണ് ദാരുണമായിട്ടുള്ള ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. ഇതിനെ ഒരു മരണം എന്ന് പറയാനാവില്ല, ഇതൊരു കൊലപാതകം തന്നെയാണ്. മാത്രമല്ല നോക്കൂ, ഈ അക്കിഷ് എന്ന് പറയുന്ന സംഘടന ഒരുപക്ഷെ നാളെ ഈ സിറാജുദ്ദീൻ ഉസ്താദിനെ ആദരിച്ചെന്ന് വരാം. അദ്ദേഹത്തെ വലിയ പുരസ്കാരങ്ങളാണ് കാത്തിരിക്കുന്നത്. ഓക്കെ, ഇതിനെ ജിഹാദ് പ്രസവം എന്ന് വിളിക്കാം. നമുക്ക് ഇതിനാണ് ജിഹാദ് പ്രസവം നമുക്ക് അങ്ങോട്ട് വിളിക്കാൻ. കാരണം ഇത് ശരീയത്തിന്റെ കൂടെ പോവാന്ന് പറയുന്നത്, ഈ ശരീയത്ത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ശരീയത്ത് നമ്മളെ ഇന്ത്യ മഹാരാജ്യത്ത് വേണ്ട. ശരീയത്തിലൂടെ പോയി പ്രസവിച്ചാല് ഇവരുടെ ഓരോ ഇവര് പ്രസവിക്കാൻ പോയാൽ ആ ഹോസ്പിറ്റലിന് ഇവരുടെ അടുത്ത പ്രസവത്തിനുള്ള ഉദ്ധാരണ ശേഷി നശിപ്പിക്കും മുസ്ലിം ആണെങ്കിൽ എന്നാണ് ഒരു പഠിച്ച് ഞാൻ കേട്ടത്. അപ്പൊ ഇവർക്ക് കുട്ടികൾ ഉണ്ടാവാണ്ടായി പോകും, മുസ്ലിങ്ങൾക്ക് കുട്ടികൾ ഇല്ലാതാവാനുള്ള ഹിന്ദു ഡോക്ടേഴ്സ് കാണിക്കും. അപ്പൊ ഹിന്ദു ആയ ഡോക്ടറുടെ അടുത്ത് പോവാണ്ടൊക്കാൻ വേണ്ടിയാണ് ഇപ്പൊ മുസ്ലിങ്ങൾ കുറെ ഹോസ്പിറ്റലുകൾ തുറന്നത്. അവിടെ മുസ്ലിങ്ങൾ മാത്രമാണ് മുസ്ലിങ്ങളുടെ അടുത്ത് പോകാൻ പാടും. ഒരു ആശുപത്രിന്റെ പരസ്യം അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ടായിരുന്നു, ഹലാലായ പ്രസവം, എല്ലാത്തിലും ഹലാല്. അപ്പൊ ഇതിനൊന്നും നമ്മൾക്ക് ചിരിക്കാന്നല്ലാതെ ഒന്നും പറയാൻ അറിയുന്നില്ലാത്ത ഒരവസ്ഥയിലാണ് പോകുന്നത്. അപ്പൊ ഈ സിറാജുദ്ദീന് ഇത് കാണിച്ചത്, സിറാജുദ്ദീന് അത് ഒരു സ്മൂത്തായ ഒഴിവാക്കലാണിത്. അതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ കണ്ട അനുഭവത്തിലൂടെ പലതും ഞാൻ മനസ്സിലാക്കിയ കാര്യം. നമ്മൾ ചോദിക്കും, മുസ്ലിം സ്ത്രീകളെ ഈ പർദ്ദട്ട് ഗിഫ്റ്റ് കൊടുത്ത്, ഭർത്താവ് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് ഗിഫ്റ്റ് കൊടുത്ത് പർദ്ദട്ട് ശീലിപ്പിച്ച നമ്മളൊന്നും കുട്ടിക്കാലത്ത് കാണാത്ത 15 വർഷം കൊണ്ടാണ് ഇത് സുലഭമായി കണ്ടത്. ഇവരെ മുഖവും മേലും ഒന്നും കാണിക്കില്ല. അപ്പൊ എന്താ പറയുക, ഒരു പെണ്ണിനെ എങ്ങനെ ഇല്ലാതാക്കാന്നുള്ളതിന്റെ തുടക്കം അവിടെ തുടങ്ങുന്നത്. ഇങ്ങനെ പർദ്ദട്ട് മൂടി ഇങ്ങനെ അവരുടെ ബോഡി ഷേപ്പ് വരെ മാറിയിട്ടുണ്ടാവും. ആ പെണ്ണ് ആ പർദ്ദ ഇല്ലാതെ ഒരു കണ്ണാടിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ ആ പെണ്ണിന്റെ കോലം എങ്ങനെ ഉണ്ട്. അങ്ങനെ കഴിഞ്ഞ് പ്രസവം എന്ന് പറഞ്ഞാൽ 10 പ്രസവിക്കുന്ന ആരുണ്ടോ എന്ന് സ്വർഗത്തിൽ നിന്ന് ചോദിക്കും അത്രേ. അപ്പൊ ഞാൻ എന്ന് പറഞ്ഞ് കൈ വെക്കുമ്പോഴാണ് സ്വർഗത്തിലെ ലീഡർ ആവാനാണ് 10 പ്രസവിക്കുന്നത്. അതൊക്കെ പറയണത് ഇതൊക്കെയാണ് ഇവരെ പഠിച്ചു വെച്ചത്. 35 വയസ്സിനുള്ളിൽ ഈ യുവതി എങ്ങനെ 5 പ്രസവം താങ്ങി എന്നുള്ളതാണ്. അത് ഇനിയിപ്പോ ഒരാൾ ജീവിച്ചിരിക്കേണ്ടെങ്കിൽ ഒരു 10 പ്രസവിക്കും, 45, 46 ആകുമ്പോ. അങ്ങനെ എത്രയോ 10 പെറ്റവരെ എനിക്കറിയാം. അപ്പൊ ആ 10 പെറ്റാല് സ്വർഗത്തിൽ 10 പെറ്റവരുണ്ടോ എന്നാ ചോദിക്കുക. അതാണ് മദ്രസിൽ സ്ഥാനമില്ല നുസ്രത്ത് അങ്ങനെ വരുമ്പോ. അതാണ് അവിടെയാണ് അത് കുഴപ്പം. പിന്നെ ഈ ഭംഗിയൊക്കെ പോകുമ്പോ പെണ്ണിനെ എങ്ങനെയൊക്കെ ഒഴിവാക്കി 16കാരിനെ കാണുമ്പോൾ ഈ ഉസ്താദുമാർക്ക് ഒന്നുകിൽ അവരെ രോഗി, അല്ലെങ്കിൽ അവരെ പഠിപ്പിച്ച കുട്ടികള്. ഉസ്താദ് മാത്രമല്ല കേട്ടോ, ഇതുപോലത്തെ ചിന്താഗതിയുള്ള എല്ലാ മുസ്ലിം ആണെങ്കിൽ പ്രശ്നത അവർക്ക് ഈ ലൈംഗിക ശേഷിയും ഇതൊക്കെ കൂടുതലാണ്. പെണ്ണിന് ഇതൊന്നും ഇല്ല. അതാണ് ലാസ്റ്റ് പറയുന്ന, പെണ്ണ് കെട്ടാൻ പറയുക. ഇത് നമ്മൾ പറയേണ്ട ഒരു അവസരം. ഈ പെണ്ണ് കെട്ടാൻ പോകുമ്പോ പറയുന്നത് എന്താണ്, അവൾ എന്റെ കൂടെ കിടക്കുന്നില്ല, അല്ലെങ്കിൽ അവൾക്ക് ഇതിനൊന്നും താല്പര്യമില്ല, ഞാനൊരാണല്ലേ, എനിക്ക് ആരോഗ്യമില്ലേ, ഞാൻ എന്ത് ചെയ്യൂ, ഹലാലായ സെക്സ് അല്ലേ എനിക്ക് പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് കെട്ടാൻ പോണെന്നാണ് അവൻ പറയുന്നത്. ഈ തെണ്ടികൾ ഇങ്ങനെ തന്നെയാ പറയാ, തെണ്ടി തന്നെ വിളിക്കണം. എന്നിട്ട് ഇവന്റെ കുടുംബക്കാർ പറയും, നീ അങ്ങനെ ചെയ്തു, കാരണം ഈ പെണ്ണ് 5ഉം 6ഉം പെറ്റ് കൊല്ലം പെറ്റ് ഇങ്ങനെ കുട്ടികളെ എടുക്കുന്ന ഈ പെണ്ണിന് ആ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുകയെ വൈകുന്നേരം വരെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യേ അവളെ ആരോഗ്യസ്ഥിതിയോ ഒന്നും നോക്കാതെ രാത്രി ഇവന്റെ കൂടെ കാമം തീർക്കാൻ പോവാൻ പറ്റുന്നില്ല. അതാണ് അവസ്ഥ. അപ്പൊ എന്താവും, ഈ പെണ്ണ് താനേ സൈലന്റ് ആവും, അവളെ സൗന്ദര്യം പോയിണ്ടാവും, വയറ് തൂങ്ങിണ്ടാവും, അവൾ അതൊന്നും നോക്കുന്നില്ല. അതുകൊണ്ടാണ് ഡിഗ്നിറ്റിയുള്ള വസ്ത്രം ധരിക്കണം എന്ന് ഈ പെണ്ണുങ്ങളോടൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മളൊരു സാരി ഇടുകയാണെങ്കിൽ, നല്ലൊരു ഡ്രസ്സ് ഇടുകയാണ്, നമ്മൾ എവിടെയാണെന്ന് ഒരു പെണ്ണ് ഏറ്റവും ഭംഗിയായി ഡ്രസ്സ് നടക്കാൻ തന്നെയാണ് എല്ലാ മതങ്ങൾക്കും പറയുന്നത്. ഇവര് മാത്രമാണ് ഇങ്ങനെ പറയുന്ന കൂട്ടര്. അപ്പൊ അതില്ലാതെ കോൺഫിഡൻസ്, അപ്പൊ അവരെന്നെ സമ്മതിക്കും ഇനിയിപ്പോ എങ്ങനെയെങ്കിലും ഇങ്ങനെ മിണ്ടാടാവും. ആ കുട്ടികളും അതന്നെയല്ലേ പഠിക്കുന്നത്, അങ്ങനെ പറയാൻ പാടില്ല, ഇങ്ങനെ പറയാൻ പാടില്ല. 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് പെണ്ണ് കെട്ടുന്നു, 40 ദിവസം കഴിയുന്നതിന് മുമ്പ് പെണ്ണ് കെട്ടും ചങ്ങാതിമാരെയും. എന്നിട്ട് ഇവര് പറയും, കുടുംബക്കാർ പറയും, ഓനൊരാണല്ലേ, ഒരാണിന്റെ കാര്യങ്ങൾ തീർക്കാൻ ഇവിടെ ആരാള്, അതിനു വേണ്ടി അവൻ പെണ്ണ് കെട്ടുക, അങ്ങനെ തെറ്റ് ചെയ്യാൻ പാടില്ലല്ലേ. അവിടെ 10 പെണ്ണുങ്ങളവിടെ ആരും അറിയാതെ അവൻ പോകുന്നുണ്ട്, വീട്ടിലെ പണിക്കാരത്തിനെ വരെ അവൻ പിടിക്കും. ഇതൊക്കെയാണ് കള്ള സംഭവം, അതൊന്നും വെറുതെ അല്ല. ഞാനൊക്കെ ഇങ്ങനെ പറയുന്നത് എന്റെ കണ്ണിന്റെ മുമ്പിൽ കണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് പറയും, ഇവന് പെണ്ണ് കെട്ടണല്ലോ, കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കൂ. എന്നിട്ട് ഇവരിങ്ങനെ ആ ഒരു സാധനം അവിടെ ഇതാക്കിയിട്ട് ഇവന്റെ കാര്യങ്ങൾക്ക് ഒരാൾ വേണ്ടേ, അല്ലെ ഈ കുട്ടികളെ നോക്കാൻ മരിച്ചുപോയ ഹസ്ബൻഡിന്റെ കുട്ടികളെ 5 കുട്ടികളെ ആര് നോക്കുന്ന പറഞ്ഞ് ഒരാഴ്ചക്കൊക്കെ അവനെ കൊണ്ട് പെണ്ണെട്ടിക്ക് ഇവന്റെ കുടുംബക്കാരും ഇവന്റെ മഹലുവാ. അപ്പൊ ഒരു സമുദായം മുഴുവൻ ഇതിന്. പക്ഷെ നേരെ മറിച്ച് അവിടെ ഒരു പെണ്ണിനാണ് ഭർത്താവിനെ നഷ്ടപ്പെടണമെങ്കിൽ ആ പെണ്ണ് കെട്ടാൻ പാടില്ല. ആ പെണ്ണ് 3.5 മാസം 4 മാസം 10 ദിവസം ഇരിക്കണം. അവളെല്ലാം തീർത്ത് അവളെല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അവൾ അങ്ങോട്ട് ശരിയാക്കി കെട്ടുന്നതിനും അവൾക്ക് എല്ലാവിധ വിലങ്ങുകളും വെച്ചിട്ടുണ്ട്.
ഉണ്ടാവും. ആരെങ്കിലും ഒന്നും അറിയാതെ കെട്ടിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവളെ ഏറ്റവും മോശപ്പെട്ട സ്ത്രീയായി. പിന്നെ ഇവര് സ്വർഗത്ത് പോകാൻ വേണ്ടി ഇതിനു വേണ്ടിയാണ് ഈ എക്യുപഞ്ചർ. വേറൊരു സാധനം കൂടി ഉണ്ട് കേരളത്തിൽ. അതിനോട് പല ആൾക്കാർ, ഞാൻ അതിനെപ്പറ്റി ഒരുപാട് അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഹിജാമ എന്ന് പറഞ്ഞൊരു പിന്നെ ചികിത്സയും കൂടി അടുത്ത അത് കേൾക്കാം. ഇനി ആരൊക്കെയാ ജീവൻ പോണ അതിലൂടെ എന്നുള്ളത്. കാരണം അത് അറിയാണ്ട് നേഴ്സിനെ വെച്ചിട്ടുള്ള കളിയാ. അത് ശരിക്കും നേഴ്സിംഗും ഇതൊക്കെ പഠിക്കാത്ത ഒരാൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമിലെ പ്രവാചകന്മാർ ചെയ്ത ചികിത്സയാണ്. ഇത് ആക്ച്വലി അത് കൊമ്പ് ചികിത്സ എന്നാണ് പണ്ട് കാലത്ത് പറഞ്ഞിരുന്നത്. കൊമ്പ് വെക്കൽ അറബിയാണ് ഹിജാമ. ഹിജാമ എന്ന് പറയുന്നത്. ഇതിന്റെയൊക്കെ പ്രചാരത്തിന് രഹസ്യമായിട്ടുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട് കേട്ടോ. അതെ, അതിൽ ഈ ഹിജാമ വരുന്നുണ്ട്, അതുപോലെ അക്യുപങ്ചർ ഉണ്ട്, അതുപോലെ പ്രകൃതി ചികിത്സയുണ്ട്. ഇതെല്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ രണ്ടും ഒന്നിച്ച് അക്യുപഞ്ചർ ചെയ്യണ ഇവന്മാർക്ക് ഹിജാമയെ അറിയാം. അതായിരിക്കും ഈ പെണ്ണിനൊക്കെ ഇപ്പൊ എന്തൊക്കെയാ കാട്ടിയിട്ടുണ്ടാവുക എന്ന് ആർക്കറിയാം. പ്രസവം എന്ന് പറഞ്ഞാൽ ഇവര് പ്രസവിക്കാൻ പണ്ട് ഇപ്പൊ നമ്മളോട് ചോദിക്കുക, അതിന്റെ ഒരു പോസ്റ്റ് ഇട്ടപ്പോ അതിന്റെ അടിയിൽ ഫുൾ സുഡാപ്പികളെ നിരങ്ങല. എന്താ നിന്റെ മുമ്പ് തള്ള പ്രസവിച്ച വീട്ടിലല്ലേ? എന്റെ അമ്മ എന്നെ പ്രസവിക്കുമ്പോ ആ നാട്ടിലൊന്നും എവിടെയോ പോണോ ഹോസ്പിറ്റലില് അന്ന്. പക്ഷെ എന്നാലും വയറ്റാട്ടികൾ എന്ന് പറഞ്ഞാൽ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഈ ഇതിൽ അറിയുന്ന ആൾക്കാർ അവരെ ഏൽപ്പിച്ചു വെക്കും, കൊണ്ടുപോയി നിർത്തും. പ്രസവിക്കാനായ വീട്ടിൽ അങ്ങനെ ഒരു അമ്മയെ കൊണ്ടുവന്ന് നിർത്തിയിട്ടാണ് ഇവര് പ്രസവം എടുത്തിട്ടുണ്ടായിരുന്നത് ആ കാലത്തു. ഇവരെ പോലെ ഈ ഇത്തരത്തിൽ വീട്ടു പ്രസവത്തിന് മറ്റ് ജില്ലകളിൽ നിന്നും അതുപോലെ ലക്ഷദ്വീപിൽ നിന്നും പോലും സ്ത്രീകളെ മലപ്പുറത്തേക്ക് എത്തിക്കുന്നുണ്ടെന്നാ പറയുന്നത്. അതിന് ലക്ഷദ്വീപിൽ സിനിമാ ലോകം പോലും ലക്ഷദ്വീപിന്റെ രക്ഷകരല്ലേ. അപ്പൊ അവിടെ എന്തും നടക്കാലോ. അവരിപ്പോടെ ഇസ്ലാമിക രാജ്യം, വീട്ടില് പ്രസവം, എല്ലാവരും സ്വർഗത്ത് പോകാൻ ഒരുങ്ങാണ്. ഇപ്പൊ മലപ്പുറം ജില്ലയ്ക്ക് ആദ്യം സ്വർഗത്തിൽ കൊണ്ടുപോയി സ്ഥാപിക്കാന്ന് അപ്പൊ എങ്ങനെ കണ്ടിട്ട് തോന്നണേ. എന്നിട്ട് പറയും ഞങ്ങളാണ് സാക്ഷരത, ഞങ്ങളെ മക്കനട്ട പെൺകുട്ടികൾ നാളെ ലോകം ഭരിക്കും. ലോകം കണ്ടു. ഇതുപോലെ തന്നെ ഒരു സർട്ടിഫൈഡ് ഞാൻ കണ്ട് അതിശയിച്ചു. എന്തിനാണ് ഇവർക്ക് അവാർഡ് കൊടുത്തത്? മീഡിയ വണ്ണിന്റെ മറ്റു പരിപാടിയാ. ദോഹയില് കുറെ മക്കനട്ട പെൺകുട്ടികൾ മുഖം മൂടിയവരൊക്കെ അവാർഡ് വാങ്ങുന്നത് എന്താ? ഇസ്ലാമിക രീതിയിൽ ലോകത്തിന് മാതൃകയായ പെണ്ണുങ്ങള്. എന്ത് ഭാഗ്യമാണോ അവർക്ക് മുഖം പോലും ഇല്ലാത്ത അവർക്ക് എന്ത് ഇസ്ലാമിക രീതിയാ? മുഖം അവനവന്റെ മുഖം വെളിച്ചത്ത് കാണിക്കാൻ പറ്റാതെ ഏത് രീതിയാ ഈ പറഞ്ഞ ഇസ്ലാമിൽ തന്നെ ഉള്ളത് ഞാൻ കണ്ടിട്ടില്ല. മുഖം അവനവന്റെ പിന്നെ ഡിഗ്നിറ്റിക്ക് അനുസരിച്ചുള്ള വസ്ത്രം ധരിക്കാന്നുള്ളത് ഇവർക്ക് പഠിച്ചിട്ടില്ല. അപ്പൊ ഇതിൽ ഇവർക്ക് പുതിയ ചിന്താഗതി, പഴയ ചിന്താഗതി എന്നൊന്നുമില്ല. എല്ലാവരും സ്വർഗത്ത് പോകാൻ. നമ്മളൊന്നും ചെറുപ്പകാലത്ത് ഇത്ര അധികം സ്വർഗത്ത് പോകല്ലേ. ഇപ്പോഴാണ് കൂടുതൽ വരുന്നത്. അപ്പൊ ഇവർക്ക് പെണ്ണ് കെട്ടാനുള്ള ഒരു വഴിയിൽ സ്കൂട്ടാക്കുക പെണ്ണുങ്ങളെ. 5, 6 ആകുമ്പോൾ അടുത്തതിനെ കെട്ടി അയലുമായി. അപ്പൊ എന്തായി? ഒരു 100 മക്കൾ 5 ഇപ്പോഴത്തെ കാലത്തെ പെണ്ണുങ്ങൾക്ക് പ്രസവിക്കാനാവും. ഈ ഭക്ഷണ രീതി, നമ്മളെ ഈ പൊല്യൂഷന്റെ ഒക്കെ. അപ്പൊ 5, 5, 10 2 പെണ്ണുങ്ങളെ കെട്ടിയ. ഓന്റെ ഇതിലിപ്പോ നോക്കുകയാണെങ്കിൽ ഒരു സിറാജുദ്ദീൻ ഒരു 3 പെണ്ണ് കെട്ടാനുള്ള ആഫിയത്തുണ്ട്. ഓനത് ചെയ്യും. ഇതൊക്കെ ഇപ്പൊ കേസ് 2 ദിവസം ഓനെ പിടിച്ച് അറസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ് പുറത്തു വിടും. അത് കണ്ട് വേറെ കുറെ ഇവന്റെ മക്കളെ നാളെ അതല്ലേ പഠിക്കുക. നോക്കൂ, ഇത്രയും വലിയ ദാരുണ സംഭവം നടന്നിട്ടും മതമേധാവിത്വം മൗനത്തിലാണ് കേട്ടോ. ഒരാളും പ്രതികരിച്ചില്ല. ഒരു മുസ്ലിം സംഘടനയുടെ നേതാവ് പോലും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. മാത്രമല്ല മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പ്രതികരിച്ചിട്ടില്ല. എല്ലാവരും മൗനത്തിലാണ്. മാത്രമല്ല നമ്മുടെ സോക്കോൾഡ് സാംസ്കാരിക നായകന്മാരും ഒന്നും ഉരിയാടിയിട്ടില്ല ഈ നിമിഷം വരെ. ഈ സോക്കോൾഡ് സാംസ്കാരിക നായകന്മാര് ശരിക്കും പറയുകയാണെങ്കിൽ അവര് ഹലാലുകളാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ കാണുന്നുണ്ട് ഓരോ സംഗതിക്ക് ഏതാണോ അവർ കണ്ണടയും വെച്ച് ഇറങ്ങി മെഴുകുതിരി കത്തിക്കലും പ്രതികരിക്കലും ഒക്കെ എന്തിനാണെന്ന് ഇപ്പൊ ശരിക്കും മനസ്സിലായി കഴിഞ്ഞ കാലഘട്ടത്തിൽ. അവരെ പിന്നെ നമ്മളാരും ഇപ്പൊ മൈൻഡ് ചെയ്യാത്ത ഇട്ടുകൊണ്ട് ഇപ്പൊ അത് കുറച്ച് സമാധാനം ഉണ്ടാവില്ലേ. എന്നാൽ അവർക്ക് അത്രേ പറ്റുള്ളൂ. അതിന്റെ അപ്പുറത്തുള്ള ഒന്നും പറ്റില്ല. പിന്നെ മുസ്ലിം ലീഗ് ഒന്നും അങ്ങനെ പറയില്ല. മതപണ്ഡിതന്മാരും പറയില്ല ഇതിനെതിരെ. കാരണം ഇത് ഒരു സ്വർഗത്ത് പോയി ആ പെണ്ണിപ്പോ പ്രസവിച്ച് മരിച്ചാല് സ്വർഗത്തിൽ അങ്ങക്കറിയോ. ചോദ്യം ഇല്ലാതെയാണ് കബറില്. അവിടെ എത്തി കബറിൽ അന്ന് രാത്രി ചോദ്യം ചെയ്യുമ്പോ ആ ചോദ്യം ഇല്ല ആ പെണ്ണിനെ. അപ്പൊ എല്ലാവരും നാളെ തൊട്ടാ പറയും. ഇന്നിപ്പോ എതിർത്ത കുടുംബം വരെ നാളെ അവർക്ക് വേണ്ടിയിട്ട് പറയും അവള് സ്വർഗത്ത് പോയി, അവർക്ക് അത്രയേ ഉള്ളൂ, വിധിയാണ്, ഈ കുട്ടികളെ നീ നോക്കാനും ഓനൊരു പെണ്ണെട്ടിക്കോട്ടെ, അത്രയേ ഉള്ളൂ സംഗതി. പിന്നെ കുട്ടികളുണ്ടായി സ്കൂട്ടായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇവർ ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏതൊരു ഒഴിവാക്കിയ കേസുകൾ നമ്മൾ കാണുമ്പോൾ, മുത്തലാഖ് ചൊല്ലി വേറെ പെണ്ണ് കെട്ടുമ്പോൾ ആ പെണ്ണ് ജീവിത പ്രാരാബ്ദങ്ങൾ കുട്ടികളെ നോക്കി ഒരു കുട്ടീനെ സ്കൂളിൽ പറഞ്ഞിട്ട് പഠിപ്പിക്കാന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല ഈ കാലത്തൊന്നും. പണ്ടൊക്കെ അങ്ങനെ എവിടെന്നെങ്കിലും അവർ ഇഷ്ടം പോലെ പഠിക്കും, ഗവൺമെന്റ് സ്കൂളിൽ പോകും, ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നെല്ലാം ചിട്ടയോടെ ഏത് കുട്ടികളും ഇവരൊക്കെ പോകുന്നുണ്ടല്ലോ. കണക്ക് കാണിക്കാതെ സ്കൂളിൽ ചേർത്ത സ്കൂളും ഇതൊക്കെ ബാലവാടിയൊക്കെ അവരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അലിഖ് വിഭാഗം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ബർത്ത് സർട്ടിഫിക്കറ്റ് പോലും വേണ്ട. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് ഒന്നിച്ച ഇതെല്ലാം ഒരു വലിയ ടാർഗറ്റിന്റെ ഒരു ഇതാണ്. ഇപ്പൊ എന്നെ ഇപ്പൊ പറയണ ഇപ്പൊ വന്ന് തെറി തുടങ്ങും. ഞാൻ ഇസ്ലാമിനെ പറ്റിയിട്ട് പറയുന്നത് പിന്നെ ഹിന്ദുക്കൾക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, സംഖ്യകൾക്ക് ഞാൻ കണക്ക് പറഞ്ഞു കൊടുക്കുക, അതിന്റെ ഉള്ളിൽ നടക്കണം. അതുകൊണ്ടാണ് എന്നോട് പുറത്തു പോകാൻ പറയുന്നത്, എന്റെ പേര് മാറ്റാൻ. എന്റെ പേര് മാറ്റാൻ അവരാരാ? അപ്പൊ ഞാൻ ഈ കണക്കുകൾ ഇതിന്റെ ഉള്ളിൽ നടന്നൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഇവിടെ വന്ന് സംസാരിക്കുന്നത്. എന്നോടുള്ള വൈരാഗ്യം എന്താണ് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് എന്നറിയോ? ഞാൻ ശബ്ദിക്കുന്നത് അത് മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് വന്ന് ഇത്ര കാലം കൊണ്ട് അവരെ ഏറ്റവും അടുത്ത് അറിയാവുന്ന, പഠിച്ച് അറിഞ്ഞ് മെല്ലെ പുറത്തേക്ക് ഇറങ്ങി വന്നതാ. ഇപ്പോ മുസ്ലിം ലീഗിന്റെ ആൾക്കാർ, മുസ്ലിം ലീഗിന്റെ കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിന് എല്ലാവരും എനിക്കൊരു കുട്ടിയായതുകൊണ്ട് എന്നെ കളിയാക്കാൻ വേണ്ടി വന്ന കാലഘട്ടം ആലോചിച്ച് ഞാനും എന്റെ മോള് പൊളിച്ചിരിക്കും. കാരണം ഒരു കുട്ടി മതി എന്ന് പറഞ്ഞാൽ എന്റെ ജോലി തിരക്കിന്റെ ഇടയിൽ ഓടി നടക്കുന്ന ഞാൻ 14 വർഷം
ഉറങ്ങാതെ ജോലി ചെയ്ത ആളാണ് എയർപോർട്ടിൽ. അപ്പൊ ഞാൻ എന്റെ ജോലി ഓരോ സ്റ്റേഷൻ ടു സ്റ്റേഷൻ ഒരു കുട്ടീനെയായിട്ട് എനിക്ക് പോകാനും നിൽക്കാനും എന്റെ വീട്ടിലത്തെ കാര്യം നോക്കാനൊക്കെ ഉള്ള കുട്ടിക്കാലത്ത് പറ്റും. അപ്പൊ ഏറ്റവും വലിയ എന്റെ മേലുണ്ടായിരുന്ന ഏറ്റവും വലിയ അപരാധം എന്താണ്, ഞാൻ ഏത് സദസ്സിൽ വരുമ്പോൾ എന്നെ പരിഹസിക്കാം വലിയ വലിയ ആൾക്കാർ ഇരുന്നിട്ട്. അങ്ങനെ ഞാൻ എല്ലാം ഒഴിവാക്കേണ്ടി വന്നു. ഓരോ സദസ്സിൽ ഇവരെ കൂട്ടത്തിൽ പോകുമ്പോൾ സൗന്ദര്യം പോകുന്നതുകൊണ്ടാണോ ഇനി പ്രസവിക്കാത്ത രണ്ടാമത്തെ ആൾക്കാരുടെ ഇടയിൽ വെച്ച് നമ്മളോട് ചോദിക്കുക. ഇതൊക്കെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു നാണം കെട്ട ചോദ്യമായിട്ടേ തോന്നുള്ളൂ. എന്നെ ഉപദേശിക്കാൻ വരിക, ഇതിങ്ങനെ ചെയ്യണം. അതൊക്കെ ഒരു ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ എന്താണ് തീരുമാനിക്കണം, ആ കുടുംബത്തിലും അവർ തീരുമാനിച്ചിട്ട് ചെയ്തോട്ടെ വിചാരിക്കേണ്ടത്. ഭർത്താവ് ഇനി ആരോടോ കംപ്ലൈന്റ് പറഞ്ഞാലും വേറൊരുത്തൻ അത് ചോദിക്കാനും ചർച്ച ചെയ്യാനും കുട്ടികളില്ലാത്തതിനെ പറ്റിയിട്ട് പിന്നെ കമ്മിറ്റിയിൽ കൂടാനൊക്കെ ആരെങ്കിലും വരുമോ ഈ ലോകത്തൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഇതൊക്കെ കണ്ടും കേട്ട് തന്നെ വന്ന് ഒരു കുട്ടീനായിട്ട് ഞാൻ ജീവിക്കുമ്പോ എനിക്കറിയാം ഒരറ്റത്ത് നിന്ന് ഒരറ്റത്ത് എത്തിക്കാനും അവരെ പഠിപ്പിച്ച് വലുതാക്കാനുള്ള പണി എന്താ. ഒന്നും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യായിരുന്നു എന്ന് ഞാൻ തന്നെ ആലോചിക്കുന്ന എത്രയോ സമയങ്ങളുണ്ട്. അപ്പൊ എന്താ അറിയാ, അതിൽ അജണ്ട എന്താ അറിയോ, 2 കുട്ടികളെ 3 കുട്ടികളൊക്കെ ആയി കഴിഞ്ഞാൽ ആ പെണ്ണ് അവരെ വിട്ട് എവിടെയും പോകില്ല, അവള് ജോലിക്ക് പോകില്ല, അത് അടിമയായി അവിടെ ഇരിക്കും. ഈ പെണ്ണിനെ പുറത്തിറക്കിയ ഓല് നരകത്ത് പോകുന്ന വിചാരിച്ചിട്ടാ പേടി. അപ്പൊ അതുകൊണ്ട് അവര് പറയും ഭാര്യ മക്കളും നരകത്ത് പോയാൽ ഓൽക്ക് ക്ഷീണമല്ലോ, ഓൽക്ക് അവിടെ പ്രശ്നവും. അതുകൊണ്ടാണ് നമ്മളെ തട്ടടിക്കാനും പ്രസവിക്കാനും ഇതിനൊക്കെ വേണ്ടത്. അപ്പൊ മുസ്ലിം ലീഗിന്റെ ആൾക്കാർക്ക് എത്ര പ്രസവിച്ച് എത്ര മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ അതാണ് നോക്കുക. ഓർക്ക് അതേ ആവശ്യമുള്ളൂ. പിന്നെ ബിരിയാണി കൊണ്ടാക്കി കൊടുക്കാനും ഓരോ പെണ്ണുങ്ങളെ ഇനിയിപ്പോ ഓരോ വീട്ടിലത്തെ പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും ആ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരു അപമാനം വന്നാൽ ഒരു പ്രതികരിക്കുമോ? നമ്മൾ കണ്ടല്ലേ ഹരിത ഗ്രൂപ്പിൽ ഒരു പെണ്ണിനെ അപമാനിച്ചപ്പോ എന്താ മുസ്ലിം ലീഗ് ചെയ്തത്? ഇപ്പൊ ഇരിക്കുന്ന തങ്ങളൊക്കെ എന്നാലും തങ്ങളെ കോലം കത്തിച്ച് അത്ര അവസ്ഥയിലൊക്കെ അവർ കൊണ്ടുപോയി. പാണക്കാട് തങ്ങന്മാരെതിരെ കേരളം ശബ്ദിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കേരളം എത്തിച്ച ഈ നാറിയ ലീഗ് വർഗങ്ങൾ തന്നെയാ. അതൊന്നും ഉണ്ടായിട്ടില്ല. ഒക്കെ നമ്മൾ ഈ ബിംബങ്ങളായി വെക്കുന്ന ഓരോ ബിംബങ്ങളായി തന്നെ വെച്ച് പോരുക എന്നുള്ള ഒരു സങ്കല്പം പോലും അവർക്കില്ലാത്ത മന്ദബുദ്ധികളാണ്. ആ സമയത്തിലേക്ക് അവരെത്തിച്ചത് ഈ ജാതി കാട ചിന്താഗതികളും പെണ്ണിനെ ഒതുക്കാൻ നടക്കുന്നതും ഇതുപോലുള്ള കാര്യങ്ങൾ എങ്ങനെ ഉണ്ടോ. ഇപ്പൊ ഇതിനൊക്കെ ഇയാൾക്ക് ചൂട്ടുപിടിക്കാൻ ആൾക്കാർ വരും. കാരണം ഇത് ഇസ്ലാമികമാണ്, വീട്ടിൽ പ്രസവിച്ച ഒന്നും പറ്റാൻ പോകുന്നില്ല, ഇത് ലോക രാജ്യങ്ങളിൽ വരെ നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാമികത്തിന്റെ സ്വർഗത്ത് പോണ വഴി ഉണ്ടാക്കും. ഇതിനൊന്നും ഇനി അനുവദിച്ചു കൊടുക്കരുത്. ഇതിനൊക്കെ നിയമം 21 വയസ്സാകുമ്പോൾ എന്നതിന് ഇത്ര കരഞ്ഞെന്തിനായിരുന്നു? ആർക്കായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായ മുസ്ലിം ലീഗിന്? എന്തുകൊണ്ട് മതപണ്ഡിതന്മാർക്കും ഇവിടെയൊക്കെ ആലോചിച്ചിട്ട് ഇവിടെയുണ്ട് ഈ ബീഹാറിലൊക്കെ ഉള്ള ചെറിയ പാവപ്പെട്ട ആൾക്കാർ 18 വയസ്സാകുമ്പോഴത്തേക്ക് കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കണം. എത്ര ഇതൊക്കെ കണ്ടാണ് ആക്ച്വലി ഈ രാജ്യത്തിന് വേണ്ടിയാണ് പിന്നെ മോദി അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത്. പക്ഷെ ഞങ്ങളൊക്കെയാണ് ഞങ്ങളെ പെണ്ണുങ്ങളെ. കാരണം എന്താ വെച്ചാൽ 21 വയസ്സാകുമ്പോൾ ആ കുട്ടി 2 പ്രസവിച്ചു കഴിയും. അപ്പൊ ഈ മെഷീന്റെ സമയം കഴിഞ്ഞു പോവുകയാണല്ലോ പ്രസവ യന്ത്രത്തിന്. അതിനു വേണ്ടിയാണ് ഇതൊക്കെ ശക്തമായി എതിർത്തേ